നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വാവിട്ട വാക്കുമായി PC വീണ്ടും രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ പ്രധാന ചർച്ചാ വിഷയമായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് PCയുടെ വാദങ്ങൾ. പിണറായിക്കും കെജ്രിവാളിന്റെ ഗതി വരും. 2029 കേരളത്തിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാകും എന്നാണ് പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റവും വലിയ നെഞ്ചെടുപ്പെന്നും വൈകാതെ പിണറായിക്കും കെജ്രിവാളിന്റെ ഗതി വരുമെന്നും PC പറഞ്ഞു. BJPയിലേക്ക് ചുവടുമാറ്റിയ സ്ഥിതിക്ക് BJP ഒന്ന് സുഖിപ്പിക്കണ്ടേ എന്ന് കരുതി PC ചേർത്ത് വെച്ച മറ്റൊരു വരി കൂടിയുണ്ട്. 2029 കേരളത്തിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാകും എന്നാണത്. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന അദ്ദേഹത്തിന്റെ നല്ല വർത്താനത്തിന്റെ ചില ഭാഗങ്ങളിതാ. ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലാണ്. 7 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ട് ഹാജരാകാതിരുന്നാൽ അറസ്റ്റ് ചെയ്യുകയല്ലാതെ ഉമ്മ കൊടുക്കണോ എന്നാണ് PCയുടെ ചോദ്യം. മോഷ്ടിക്കുമ്പോഴും പിടിച്ചു പറിക്കുമ്പോഴും ഓർക്കണമായിരുന്നു, കെജ്രിവാൾ അകത്തു പോയപ്പോൾ പിണറായിക്കാണ് ഏറ്റവും വലിയ നെഞ്ചെടുപ്പ്. പിണറായി വിജയൻ പേടിച്ചിരിക്കുന്നു, ഉടൻ പിണറായിക്കും കെജ്രിവാളിന്റെ ഗതി വരുമെന്നും PC ജോർജ് പറഞ്ഞു. കെജ്രിവാളിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി ഇടപെടാൻ തയ്യാറായില്ല എന്നും നോട്ടീസ് പരിഗണിക്കാതെ അഹങ്കരിച്ച് നടന്നതിനാണ് അറസ്റ്റ് എന്നും എന്തിന് മദ്യനയം തിരുത്തി എന്നെല്ലാം അദ്ദേഹം വ്യക്തമാക്കണമെന്നും PC ചോദ്യങ്ങൾ ചോദിച്ചു. തെറ്റ് ചെയ്തതിനാണ് അറസ്റ്റ് നടന്നത്. 2026 കേരളം ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കും. 2029 മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമെന്നും PC പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മലബാറിലെ ജനങ്ങൾ ഉൾക്കൊള്ളണം. മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുവാൻ മാധ്യമങ്ങൾ പോലും തയ്യാറാവുന്നില്ല. ഹമാസ് കടന്നുകയറ്റക്കാരൻ ആണെന്ന് ഉൾക്കൊള്ളാൻ LDFും UDFും തയ്യാറാവുന്നില്ല. മലബാറിലെ ന്യൂനപക്ഷ പിന്തുണ പ്രതീക്ഷിച്ചാണ് പാലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടിയും കോഴിക്കോട് നടത്തിയതെന്നും ജോർജ് ആരോപിച്ചു. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ് ഇറങ്ങി എല്ലാം കൂടി. അതിന് UDFും LDFും പിന്തുണ നൽകി. ജുമാ 12:30 വരെയല്ലേ ഉള്ളൂ, ഞായറാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്, അതിനെ ആരും എതിർക്കാറില്ല. ഞായറാഴ്ച ക്രിസ്ത്യാനികൾക്ക് പ്രമാണങ്ങളിൽ ഉള്ള ദിവസമാണ്. ക്രിസ്ത്യാനികളിൽ വലിയൊരു വിഭാഗം കോൺഗ്രസിനെ വിശ്വസിച്ച് നിന്നവരാണ്. എന്നാൽ കോൺഗ്രസിന്റെ പോക്ക് ശരിയല്ല. ക്രിസ്ത്യാനികളുടെ മനസ്സ് മാറുന്നതിൽ കോൺഗ്രസ് വിഷമിച്ചിട്ട് കാര്യമില്ല എന്നും PC ജോർജ് പറഞ്ഞു. അല്ലല്ല, കോൺഗ്രസിന്റെ വിഷമം പറയാൻ അവിടെ നിൽക്കട്ടെ. അല്ല, ഇലക്ഷൻ ഒരു സീറ്റ് കിട്ടുമെന്ന് കരുതി കുപ്പായം തയ്ച്ചു വെച്ച അവസാനം മണ്ണും ചാരി നിന്ന അനിൽ ആന്റണി പത്തനംതിട്ട കൊണ്ടുപോയപ്പോഴുണ്ടായ വിഷമം മാറിയോ ആവോ? മാറിക്കാണില്ല, അതിനി മാറാനും പോകുന്നില്ല എന്നറിയാം.